എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ വേണ്ടിയിട്ട് പോകും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ക്യാനിലേക്ക് PR കിട്ടി വരത്തക്ക രീതിയിലുള്ള ഒരു അടിപൊളി പ്രോഗ്രാംസിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതാണ് RCIP, റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ അണ്ടറിൽ ആർക്കൊക്കെ സബ്മിറ്റ് ചെയ്യാം, നമ്മുടെ ഒരു കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു PR-ന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒട്ടും തന്നെ സമയം കളയേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു RCIP അണ്ടറിൽ 14 ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതായത് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലോക്കൽ ഏരിയാസിലും ആൾക്കാരെ കൂട്ടുക, അവിടുത്തെ എക്കണോമിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ള രീതിയിൽ നമുക്ക് ജോബ് ഓഫർ കിട്ടണം. അപ്പം ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വാലിഡ് ജോബ് ഓഫർ വേണം. അതായത് ലോക്കൽ ഏരിയാസിൽ നിന്നും അവിടുത്തെ എക്കണോമിക് ഗ്രോത്ത് ആവശ്യം വരുമല്ലോ, കുറച്ച് ഫീൽഡൊക്കെ, ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ ജോബ് ഓഫർ വേണം. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് 3 ഇയേഴ്സിൽ നിങ്ങൾക്കൊരു 1 ഇയർ റിലവൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂ ജോബ് ഓഫർ ഉണ്ടല്ലോ, അതിൻ്റെ നോക്കോടുമായിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിൽ നിങ്ങൾക്കൊരു റിലവൻറ്റ് പാസ്റ്റ് 3 ഇയേഴ്സിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇവിടെ നോർമലി ഈ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വൈസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 1560 മണിക്കൂറാണ് നിങ്ങൾക്ക് പാസ്റ്റ് 3 ഇയേഴ്സിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഈ ടിയർ കാറ്റഗറിയുമായിട്ട് മാച്ച് ചെയ്യണം NOC കോഡ് എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അതൊരു എക്സെപ്ഷൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പബ്ലിക് പോസ്റ്റ് സെക്കൻഡറി സ്കൂളിൽ നിന്നത് ഈ കമ്മ്യൂണിറ്റിക്കുള്ളിൽ നിന്നാണ് നിങ്ങൾ പാസ് ഔട്ട് ആകണത്. ലാസ്റ്റ് 18 മാസത്തിനുള്ളിലാണ് നിങ്ങൾ ഈ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 16 മാസം നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിലാണ് ജീവിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഈ ഒരു സ്റ്റഡി പീരീഡിലും ഈ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിലാണ് നിങ്ങൾ താമസിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഒരു എക്സെപ്ഷൻ കണ്ടീഷനാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് അവിടെ പഠിച്ച ആൾക്കാർക്കുള്ള ഒരു എക്സെപ്ഷൻ കണ്ടീഷനാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത ഒരു എഡ്യൂക്കേഷൻ, അതായത് ഈ പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കുള്ള എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ ഡിപ്ലോമ ആണ് ഇൻസൈഡ് കാനഡ ഉള്ള ആൾക്കാർക്കുള്ള ഒരു എഡ്യൂക്കേഷൻ റിക്വയർമെന്റ്. അതായത് വലിയ ഹയർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒന്നും തന്നെ വേണ്ട. നിങ്ങളിപ്പോൾ കാനഡയ്ക്ക് പുറത്താണ് എങ്കിൽ ECA കംപ്ലീറ്റ് ചെയ്യാം. എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് നമ്മളുടെ ഡെസിഗ്നേറ്റഡ് കോളേജിൽ നിന്ന്, അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ് എങ്കിലും അവിടുത്തെ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ECAക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഇവിടുത്തെ കനേഡിയൻ ഇക്വലൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈസ്കൂൾ ഡിപ്ലോമ, അതായത് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് 5 ഇയേഴ്സ് ആയിരിക്കണം നിങ്ങൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടെന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ IELTS, സെൽപിപ്പ് അങ്ങനെയൊക്കെ ഉള്ള, ഇപ്പോൾ ഫ്രഞ്ച് ആണെങ്കിൽ കൂടി ഫ്രഞ്ചും അങ്ങനെയുള്ള ടെസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ് ഫണ്ട് പ്രൂഫ് നിങ്ങൾ കാണിക്കണം. അതായത് IRCCയുടെ വെബ്സൈറ്റിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആർക്കൊക്കെ എത്ര ഫണ്ടാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങളിത് നോക്കുന്ന ആളാണ് എങ്കിൽ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ആ ഒരു ജോബ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓൺ കമ്മ്യൂണിറ്റിക്കുള്ളിൽ നിന്ന് എക്കണോമിക് ഗ്രോത്തിന് വേണ്ടത്തക്ക രീതിയിലുള്ള ജോബ് ഓഫർ ആയിരിക്കണം. ഒരു RCIP അണ്ടറിൽ നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന്, ഇപ്പം നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ജോബ് ഓഫർ കിട്ടി ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇവർ അനലൈസ് ചെയ്യും നമ്മളുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻസ് ഒക്കെ മാച്ച് ആണോ, നമ്മൾ ആ ഒരു കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, നമ്മളുടെ ഇപ്പം കിട്ടിയ ജോബ് ഓഫറും നേരത്തെ നമ്മൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള നോക്കോടും കൂടി മാച്ച് ആണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ അനലൈസ് ചെയ്തതിന് ശേഷം നമുക്കൊരു അപ്രൂവൽ ലെറ്റർ കിട്ടും. ആ ഒരു ലെറ്റർ വെച്ചിട്ട് നമുക്ക് IRCCയുടെ അണ്ടറിൽ നമുക്ക് PR ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ലോക്കൽ ഏരിയാസിലേക്ക് ഡയറക്റ്റ് PR കിട്ടി അവിടെ വന്ന് താമസിച്ച് അവിടെ വന്ന് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കും ഈ ഒരു RCIP എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പാത്വേ ആണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം അങ്ങനെയുള്ള അത് മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിൽ കാണാം. അതുവരെ ബൈ.